ഇപ്പോൾ ഗുരുദേവനായിട്ട് സംസാരിക്കുമ്പോഴും ഗുരുദേവൻ സമാധിയായ ഗുരുവാണെന്നോ ഇല്ലാത്ത ഗുരുവാണെന്നോ ഒന്നും തോന്നണില്ല. ആ ഗുരുവിൻ്റെ ഇറയിൽ അതേ കാലഘട്ടത്തിൽ ഗുരുവിനോടൊപ്പം ഞാൻ ഇരിക്കുന്ന ഒരു ഫീലാണ്. ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് അത്ഭുതമില്ലല്ലോ. അതുപോലെ തന്നെ എനിക്കൊരു അത്ഭുതം തോന്നണില്ല, പക്ഷെ ഭയങ്കര ആനന്ദ അനുഭൂതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ സൂര്യൻ്റെ അവിടെ തൃക്കണ്ണിലേക്ക് കയറ്റുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തന്നെ അടഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രത്യേക മുദ്ര പിടിക്കാൻ തുടങ്ങി. ഞാനല്ല പിടിക്കണത്, അത് എൻ്റെ ആസ്ട്രൽ ബോഡിയാണ് പിടിക്കണത്. പിന്നെ അതിനുശേഷം ആ സൂര്യനെ തൃക്കണ്ണിൽ കയറ്റാൻ വേണ്ടിയിട്ടൊരു ഇരിപ്പാറുന്നു. ആ സൂര്യൻ വന്ന് 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 എൻ്റെ ഇത്ര അകലെ വരെ എത്തി. അകലെയല്ല, ഇത്ര അടുത്ത് വരെ എത്തി. ഇത്ര അടുത്തെത്തിയപ്പോഴേക്കും എനിക്ക് ഉള്ളിൽ ഭയങ്കര ഭയം വന്നു. കാരണം സൂര്യന് ചൂടല്ല, അതിഭീകരമായ തണുപ്പ്, ഒരു ഭയങ്കര അനുഭൂതി, ഹാർട്ട് ബീറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. ഞാൻ അറിയാണ്ട് കണ്ണു തുറന്നു, ജിം അതേ പൊസിഷനിൽ നിന്നു. അതിന് ശേഷമാണ് പിന്നീട് സൂര്യനെ തൃക്കണ്ണിലെടുക്കലും ബാക്കിയുള്ള പ്രാക്ടീസിങ്ങും ഇതിലൂടെയൊക്കെ കടന്നുപോയത്. ഇതിപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഇതൊരു തോന്നലാണ്, ഒരു ഹാലുസിനേഷൻ. ഒരിക്കലും അല്ല. ഇത് ഒരു ഹാലൂസിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കൂടെ മെഡിറ്റേഷൻ ചെയ്യുന്നെടുക്കുണ്ടാവുന്ന അനുഭവങ്ങളില്ലേ, ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ 30 മുക്കോടി ദൈവങ്ങളെയും കാണിച്ചു തരാം. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടൊരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ട്. അവർക്ക് എങ്ങനെയാണ് ഹിന്ദു ദൈവങ്ങളെ ഹാലൂസിനേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നത്? അവർ ക്രിസ്ത്യൻ യേശുദേവനെ കണ്ടു, യേശുദേവൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് അവർക്ക് സംശയം തീരാൻ വേണ്ടി അവർ പറഞ്ഞു എനിക്ക് ഹിന്ദു ദൈവങ്ങളെ കാണണം. അങ്ങോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ, പിന്നെ ഒരു അതിരുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലിയുടെ അഡ്രസ്സ് തരാൻ, നിങ്ങൾ പോയി ഇൻ്റർവ്യൂ എടുത്തു. അത് ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ബ്ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ് അവർക്കുള്ളത്. ഓക്കെ. അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ തിരിച്ചിറങ്ങി വരുന്നതും, തിരിച്ചിറങ്ങി പോരുമ്പോൾ മുഴുവൻ ഞാൻ ആ സൂര്യനെ നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്നു. ഒരു സ്റ്റെപ്പ് പോലും ഞാൻ നോക്കണില്ല. ഇറങ്ങിപ്പോരുന്നതിൻ്റെ ഡിസ്കംഫർട്ടില്ല. ആ മല കയറിപ്പോയ ബുദ്ധിമുട്ട് ഞാൻ അറിയണില്ല. സൂര്യൻ എൻ്റെ ഒപ്പം ഇങ്ങനെ യാത്ര ചെയ്യുക. ഞാൻ താഴെ ഇറങ്ങി അവിടെ ചെന്നു, ആശ്രമത്തിൽ നിന്നു, സാധനങ്ങളൊക്കെ അവിടെ വിശ്രമിച്ചു. ആ തറയിലാണ് കിടന്നത്. പായ പോലും എനിക്ക് ബെഡോ കിടക്കോ ഒന്നുമില്ല. ആശ്രമത്തിൽ താഴെ കിടന്നു. എനിക്ക് ഒന്നിനോടും ആരോടും ഒരു പരിഭവമില്ല. ഇച്ചിരി കഞ്ഞിയായിട്ട് അവിടെ നിന്ന് കുടിച്ചു എന്ന് തോന്നും. ഞാൻ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം ഇന്ന് വരെ ഞാനിങ്ങനെ ഒരു വേറൊരു ടൈം ആൻഡ് സ്പേസിലാണ് ജീവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ടൈം ആൻഡ് സ്പേസിൽ ഇവിടുത്തെ എല്ലാ സുഖദുഃഖങ്ങളും അറിഞ്ഞു തന്നെ പോണു. അതേസമയം ഈ പ്രപഞ്ചത്തിൻ്റെ നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത, എന്താ പറയുക, അനന്തമായി കിടക്കുന്ന അറിവിൻ്റെ സ്രോതസ്സുണ്ട്. അതെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു സന്തോഷം മറ്റൊരു തലമാണ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ 3rd ഡയമെൻഷനിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ കൂടെ ഇങ്ങനെ പോയേ പറ്റുള്ളൂ. അല്ലാത്ത എന്ത് ചെയ്താലും നാളെ നമ്മൾ ഒരു വലിയ, എന്താ പറയുക, ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം എനിക്ക് നിങ്ങളുടെ ഈ ഇൻവിറ്റേഷൻ ഇങ്ങനെ ഇല്ലാതെ എനിക്കിവിടെ വന്നിരിക്കാം. പക്ഷേ ഇവിടെ വന്നിരുന്നാൽ നാളെ മറ്റെന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചാൽ അതാ ഗുരുജി എന്ന് പറയും. ഇപ്പം നിങ്ങളുടെ ഇവിടുന്ന് എന്തെങ്കിലും സാധനം ഫിസിക്കൽ നഷ്ടപ്പെട്ടു പോയി, അതാ ഗുരുജി ആസ്ട്രൽ ബോഡി വെച്ച് ഇവിടെ വന്നിരുന്നു, പുള്ളിക്ക് സാധനം എടുത്തുകൊണ്ടാൻ പറ്റില്ല എന്ന് പറയും. ഗുരുജി അങ്ങനെ സഞ്ചരിക്കാറുണ്ടോ? ഞാൻ എപ്പോഴും യാത്ര ചെയ്യണതാണ് ആസ്ട്രൽ ബോഡി വെച്ച്. നമ്മുടെ നോക്ക്, എനിക്ക് സൂക്ഷ്മ ലോകത്താണ് എൻ്റെ വ്യവഹാരം മുഴുവൻ. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും? എത്ര പേരുണ്ട്. നിങ്ങൾ രാവിലെ 4:30 എന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ എന്നോടൊന്ന് പെർമിഷൻ ചോദിച്ചാൽ ഞാൻ എൻ്റെ സൂം മീറ്റിങ്ങിൽ നിങ്ങളെ കയറ്റി ഇരുത്താം. മിനിമം ഒരു 15 പേര് ഓരോ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാം. അതൊന്നും ചെറിയ അനുഭവങ്ങളല്ല. അതിനകത്തിരിക്കുമ്പോൾ നിങ്ങളത് വിശ്വസിച്ചേ പറ്റുള്ളൂ. പുറത്തിറങ്ങിയാൽ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം. ഇന്ന് രാവിലത്തെ ഒരു അനുഭവം പറയാം. ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്. അവന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും ഭക്ഷണം കഴിക്കണം. പക്ഷെ നമ്മുടെ റൂൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈകിട്ട് 6 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കാവുള്ളൂ. അപ്പോൾ ഈ കൊച്ചുമോൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ എപ്പോഴും അവന് ഭക്ഷണം വേണം. അവൻ 7, 8, 9 പ്രാവശ്യം ഭക്ഷണം കഴിക്കാൻ ഒരു ഗുണ്ടുപണിയാണ്. അപ്പോൾ അവൻ്റെ അമ്മയുടെ അടുത്ത്, അമ്മ എനിക്ക് എന്തെങ്കിലും തരാമോ അമ്മ, രാവിലെ ഒന്ന് കഴിച്ചിട്ടിരിക്കാനാണ്. അപ്പോൾ അമ്മ പറഞ്ഞു പറ്റില്ല, ഗുരുജി പറഞ്ഞേക്കണത് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് കഴിക്കാവുള്ളൂ എന്ന്, വേണമെങ്കിൽ ഇത്തിരി ചായ തരാം. കൊടുക്കില്ല എന്ന് പറയും. അവന് എന്ന് മുതൽ അമ്മ കൊടുക്കാണ്ടായോ? അത് മെഡിറ്റേഷൻ തുടങ്ങിയപ്പോൾ പോലാണല്ലോ അവൻ രാവിലത്തെ ഭക്ഷണം ബ്രേക്ക് ചെയ്തത്. മെഡിറ്റേഷനിൽ എല്ലാ ദിവസവും അവന് ഗണപതിയോ ശിവഭഗവാനോ ആരെങ്കിലും കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. മൃഷ്ടാന ഭക്ഷണം കഴിച്ചിട്ട് പുള്ളി വരുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. ഇതാണ് അതിൻ്റെ വ്യത്യാസം. നമ്മുടെ സൂക്ഷ്മ ശരീരം ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിന് പിന്നെ ഭക്ഷണം വേണ്ട. നമ്മൾ നോർമലി ഇപ്പോൾ ഒരു കമന്റ് വരുന്നത് ഇതായിരിക്കും, ഗണപതിക്കും ശിവനൊക്കെ ഇതാണോ പണിയെന്നാണ് ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും മറുപടി?
ഗണപതിക്കും ശിവനും ഇതാണോ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ അറിയില്ല. നമ്മൾ ക്ഷേത്രത്തെയും വിഗ്രഹങ്ങളെയും മാത്രമേ അറിയാവുള്ളൂ. ഈ വിഗ്രഹത്തിലും ക്ഷേത്രത്തിലും ഇന്ന് ആരാ പെരുമാറുന്നത്? നമ്മളെക്കാൾ ക്വാളിറ്റി കുറഞ്ഞ സാധാരണ ആളുകളാണ്. മന്ത്രത്തെ യഥാവിധി കൈകാര്യം ചെയ്യാനോ ദൈവം എവിടെ ഇരിക്കുന്നോ കണ്ടിട്ടില്ലാത്ത ആളുകളാണ്. അവർ എന്തു പറയാനാ പിന്നെ? അവരുടെ പോലും ക്വാളിറ്റി ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ സാധാരണ ആളുകൾ എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ ആളുകൾക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് പൂജ ചെയ്താൽ പോരെ. നമ്മൾ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ എന്താ ചെയ്യണേ? അവിടെ നടക്കുന്ന സിസ്റ്റം എന്താണെന്ന് അറിയില്ല. ഒരു ചീട്ടെടുത്ത് നമ്മൾ അവിടെ കൊടുക്കുക. തിയേറ്ററിൽ സിനിമയ്ക്ക് പോണ പോലെ തന്നെയാണ്. പൈസ കൊടുത്ത് ഇവിടെ നിന്ന് ഒരു ചീട്ടെടുക്കും, അവിടെ കൊടുക്കും. മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ? എന്തൊക്കെ അനുഭവം വേണ്ടേ? എന്താ വേണ്ടതെന്ന് ഗുരുവിന്റെ ഭാഗത്തുനിന്നോ? ഓക്കെ, കുട്ടികൾ വന്നു കഴിഞ്ഞാൽ സാധാരണ അവർക്ക് സ്കേറ്റിംഗ് പഠിക്കാൻ ഇഷ്ടമായിരിക്കും. അതായത് അഡ്വഞ്ചറസ് സ്പോർട്സ് ആണ് അവർക്ക് ഇഷ്ടം. അത് മുഴുവൻ നമ്മുടെ മെഡിറ്റേഷനുണ്ട്. എല്ലാ അഡ്വഞ്ചറസ്, അതായത് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യവും കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈവൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന ഒരു 3 കൊച്ചു കുട്ടികളുണ്ട്. അവർ തമ്മിൽ വളരെ പ്രായങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആ കുട്ടികൾക്ക് എൻ്റെ മക്കൾ സ്കേറ്റിംഗ് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം. ഗുരുജി എത്ര നാൾ വേണം സ്കേറ്റിംഗ് പഠിക്കാമെന്ന് ചോദിച്ചു. മെഡിറ്റേഷനിലാണെങ്കിൽ മോനെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അന്നത്തെ ദിവസം മെഡിറ്റേഷൻ ഇന്നിപ്പോൾ ഞാൻ ഇത് കഴിയുമ്പോൾ നിങ്ങളെ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. മെഡിറ്റേഷനിലിരിക്കുമ്പോൾ ആ കൊച്ചു സ്കേറ്റിംഗ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് അവന് ഷൂ മേടിച്ചിട്ട് അവൻ സ്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അത്ഭുതമാണല്ലോ. അപ്പം അങ്ങനെ എന്തും ചെയ്യാം നമുക്ക്. നമ്മുടെ മിലിറ്ററി ക്യാമ്പിന് അവർ ട്രെയിനിങ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആസ്ട്രൽ ബോഡി വെച്ച് നമ്മുടെ ബോർഡർ മുഴുവൻ സംരക്ഷിക്കാൻ പറ്റും. ഇന്ത്യയിൽ വരാൻ പോകുന്ന അടുത്ത യുദ്ധം, അടുത്ത പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് ഇപ്പം ഞാൻ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.